Hello everyone, welcome to the second part of previous year question paper discussion. നമ്മൾ HSEE 2020 question paperൻ്റെ ഡിസ്കഷൻ ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ വീഡിയോ ആണ്. നമ്മൾ ആദ്യത്തെ പാർട്ടിൽ RC ക്വസ്റ്റ്യൻസ് ആണ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. Identify the figure of speech used in the following sentences. So figure of speech ആണ് ചോദിച്ചിരിക്കുന്നത് and clearly figure of speech questions നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ you will have to have an in-depth knowledge on the different poetic devices and figure of speeches used. Question number 11. When I moved to Chennai from Delhi, I had many sleepless nights during summer. When I moved to Chennai from Delhi, I had many sleepless nights during summers. ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ഈ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്? എ ലിറ്റോട്സ്, ബി ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്, സി മെറ്റോണിമി, ഡി മെറ്റഫർ. സോ വി ഹാവ് 4 ഓപ്ഷൻസ്. ലിറ്റോട്സ് എന്താണ്? ലിറ്റോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐറോണിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഇനിഷ്യലി പറയുന്നതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ലിറ്റോട്സ് എന്ന് പറയുന്നത്. ദെൻ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ആക്ച്വൽ സാധനം, അതായത് മിക്കവാറും എല്ലാം ഒരു ഇമോഷനെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫീലിങ്ങിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും പറയുന്നത്. ഒരു ക്യാരക്ടറിസ്റ്റിക് എന്താണോ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ശരിക്കും ചെയ്യേണ്ട അടുത്തായിരിക്കത്തില്ല ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഐ ഹാഡ് എ ഹൊറിബിൾ ഡേ, അതിൽ ഹൊറിബിൾ ഡേ എന്ന് പറയുന്നത് ഡേയിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അഡ്ജക്റ്റീവായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഹൊറിബിൾ എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ഡേക്കാണോ? അല്ല, എനിക്കുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ ഡേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. സോ ദാറ്റ് ഈസ് കോൾഡ് ദ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. ഓക്കെ. ദെൻ മെറ്റോണിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവത്തിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു സാധനം നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മെറ്റോണിമി എന്ന് പറയുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ അമേരിക്കൻ ടെക്നോളജിക്കൽ ഇൻഡസ്ട്രീനെ നമ്മൾ സിലിക്കൺ വാലി എന്ന് പറയുന്നത് പോലെ. ദെൻ മെറ്റഫർ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്. ഓക്കെ, ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. ഇവിടെ സ്ലീപ്ലെസ് നൈറ്റ്സ് ഡ്യൂറിങ് സമ്മേഴ്സ് എന്നാണ് പറയുന്നത് ആൻഡ് സ്ലീപ്ലെസ് നൈറ്റ്സിലാണ് ഇവിടെ ഫിഗർ ഓഫ് സ്പീച്ച് വന്നിരിക്കുന്നത്. നൈറ്റ്സ് ആണോ സ്ലീപ്ലെസ്, നമ്മളാണോ സ്ലീപ്ലെസ്? സോ നമ്മളാണ് സ്ലീപ്ലെസ്, പക്ഷെ നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കുന്ന നൈറ്റ്സിനാണ്. സോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ആണ്. So transferred epithet is the answer. Next question. What a piece of work is man. How noble in reason. How infinite in faculties. In action, how like an angel. In apprehension, how like a god. This is actually a very famous quote from a very famous tragedy, Hamlet. ഇത് വില്യം ഷേക്സ്പിയറിൻ്റെ പ്രധാനപ്പെട്ട ട്രാജഡി ആയിട്ടുള്ള ഹാംലെറ്റിലെ വരികളാണ്. വാട്ട് എ പീസ് ഓഫ് വർക്ക് ഇസ് മാൻ. ആൻഡ് അന്നത്തെ കാലത്ത് റിനസോൺസ് സമയത്ത് ഹ്യൂമൺ ഇസ് ദ സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഐഡിയോളജി വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ആൻഡ് അതിൻ്റെ ഒരു എക്സലൻറ്റ് എക്സംപ്ലിഫിക്കേഷൻ ആണ് ഈ ലൈൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ what a piece of work is man, how noble in reason, how infinite in faculties, in action how like an angel, in apprehension how like a god. എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ടാവും, വില്യം ഷേക്സ്പിയർ എന്ന് പറയുമ്പം ഷേക്സ്പിയർ പണ്ണ് യൂസ് ചെയ്യുന്ന, അതായത് പണ്ണിൻ്റെ ഒരു രാജാവ് എന്ന രീതിയിൽ നമ്മൾ പറയുന്ന ആളാണ്. സോ ഇത് പണ്ണായിരിക്കാം എന്ന് വിചാരിക്കും, പക്ഷേ ഇറ്റ്സ് നോട്ട് എ പൺ. ആൻഡ് വാട്ട് യു മീൻ ബൈ എ പൺ? പണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ കുറേ മീനിങ്സ് ഉള്ള വേർഡായിരിക്കും. അതായത് ഹ്യൂമറസ് ആയിട്ട് നമ്മളൊരു വാക്കിനെ ഉപയോഗിക്കും, ബട്ട് ഇറ്റ് ഹാസ് അണ്ടർ മീനിങ്സ്, ഒരു ഭയങ്കര ലെയേഴ്സ് ഓഫ് മീനിങ്സ് ഉള്ള സാധനമാണ് പണ്ണെന്ന് പറയുന്നത്. ഐറണി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ വിരോധാഭാസം എന്നുള്ള സംഭവമാണ് ഐറണി. ദെൻ സിനഗ്ഡക്കി എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പാർട്ട് ഫോർ എ ഹോൾ, അതായത് ഹാൻഡ്സ് ഫോർ എ വർക്കേഴ്സ് അങ്ങനെയൊക്കെ പറയുന്നതാണ്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതാണ് സീരീസ് ഓഫ് ഇവൻറ്റ്സിനെ. ഇൻക്രീസിങ് ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ മറ്റേ ക്ലൈമാക്സ് അല്ല കേട്ടോ, മൂവി ക്ലൈമാക്സ് ഒന്നും അല്ല. സോ വാട്ട് എ പീസ് ഓഫ് വർക്ക് ഇസ് മാൻ, ഹൗ നോബിൾ ഇൻ റീസൺ, ഹൗ ഇൻഫിനിറ്റ് ഇൻ ഫാക്കൽറ്റീസ്, ഇൻ ആക്ഷൻ ഹൗ ലൈക്ക് എൻ ഏഞ്ചൽ, ഇൻ ആപ്രിഹെൻഷൻ ഹൗ ലൈക്ക് എ ഗോഡ്. ഇത് ആക്ച്വലി നല്ല പിന്നെ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് ക്ലൈമാക്സ്. ദ ബെസ്റ്റ് ഓപ്ഷൻ ഇസ് ക്ലൈമാക്സ്. So the answer is climax.
Question number 13. Uneasy lies the head that wears a crown, wrote Shakespeare in his play Henry IV. Henry IV ഒരു ലൈനാണിത്. Uneasy lies the head that wears a crown. ഇതെന്ത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ്? എ ആൻറ്റിതെസിസ്, ബി സിനക്ഡക്കി, സി മെറ്റഫർ, ഡി ഐറണി. ഇതിൽ ഐറണി, മെറ്റഫർ, സിനക്ഡക്കി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആൻറ്റിതെസിസ് എന്താണ്? ആൻറ്റിതെസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ആർ പുട്ട് ടുഗെദർ ഫോർ ക്രിയേറ്റിംഗ് എ കോൺട്രാസ്റ്റിംഗ് എഫക്റ്റ്. അതാണ് ആൻറ്റിതെസിസ് എന്ന് പറയുന്നത്. ഇവിടെ അൺഈസി ലൈസ് ദ ഹെഡ് ദാറ്റ് വെയർസ് എ ക്രൗൺ. ദ ഹെഡ് ദാറ്റ് വെയർസ് എ ക്രൗൺ ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് പാർട്ട് ഫോർ എ ഹോൾ. സോ ഇറ്റ് ഇസ് സിനക്ഡക്കി. സിനക്ഡക്കിയാണ് ആൻസർ വരുന്നത്. അവിടെ ഉദ്ദേശിക്കുന്ന കിങ്ങിനെയാണ്. ഹെഡ് ദാറ്റ് വെയർസ് എ ക്രൗൺ, ഹെഡ് എന്ന് പറയുന്ന കിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ റിപ്രസെൻറ്റേഷൻ ഓഫ് പാർട്ട് ഫോർ എ ഹോൾ എന്നാണ് നടന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് സിനക്ഡക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14. I never enjoyed reading Homer during my undergraduate days. I never enjoyed reading Homer during my undergraduate days. A. Metonymy, B. Metaphor, C. Hyperbole, D. Oxymoron. Metonymy is part for a whole, metaphor is comparison. Hyperbole എന്ന് പറഞ്ഞാൽ എക്സാജറേഷൻ ആണ്. ഹൈപ്പർ ആയിട്ടുള്ള എക്സാജറേഷൻ ആണ് നമ്മൾ ഹൈപ്പർബole എന്ന് പറയുന്നത്. ഓക്സിമോറൻ എന്താണ്? ഓക്സിമോറൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള രണ്ട് വേർഡ്സിനെ ഒരുമിച്ച് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡെഫനിങ് സൈലൻസ്, രണ്ട് തമ്മിലൊരു മീനിങ് ഇല്ലാത്തൊരു സംഭവമാണ്. അതാണ് ഓക്സിമോറൺ എന്ന് പറയുന്നത്. സോ ഐ നെവർ എൻജോയ്ഡ് റീഡിങ് ഹോമർ ഡ്യൂറിങ് മൈ അണ്ടർ ഗ്രാജുവേറ്റ് ഡേയ്സിൽ എന്ത് ഫിഗർ ഓഫ് സ്പീച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഹോമർ ഇസ് എ ക്ലാസിക്കൽ റൈറ്റർ. സോ ഹോമർ എന്ന് പറയുന്ന ആളെ വെച്ച് ഉദ്ദേശിക്കുന്നത് ക്ലാസിക്കൽ റൈറ്റിംഗ് അല്ലെങ്കിൽ ക്ലാസിക്കൽ വർക്ക്സ് എന്നുള്ള കാര്യമാണ്. സോ ഇറ്റ്സ് ദ റെപ്രസെൻറ്റേഷൻ ഒരു സംഭവത്തിന് പാർട്ട് ഓഫ് എ ഹോൾ അല്ല. സിനക്ഡക്കി മെറ്റോണിമിയും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. സിനക്ഡക്കി ഇസ് പാർട്ട് ഓഫ് എ ഹോൾ. പക്ഷെ മെറ്റോണിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസ് അസോസിയേഷൻ ഉള്ള ഒരു സാധനം, ഒരു ഐഡിയ ആയിട്ട് ക്ലോസ് അസോസിയേഷൻ ഉള്ള സാധനത്തിനെ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എടുക്കുന്നതാണ്. സോ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഹോമർ എന്നുള്ള അർത്ഥം വരുന്നതാണ്. സോ ഇറ്റ്സ് മെറ്റോണിമി. Answer is metonymy. So you have to be very thorough with the figure of speeches. Different types of figure of speeches ഉണ്ടല്ലോ, അതെല്ലാം ക്ലിയർ ആക്കി വെക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയംസ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. ഇഡിയത്തിന്റെ മീനിങ്സ് കണ്ടുപിടിക്കാനാണ്. സാലഡ് ഡേയ്സ്. എ. ദ ടൈം വെൻ യു ആർ യങ് ആൻഡ് ഡു നോട്ട് ഹാവ് മച്ച് എക്സ്പീരിയൻസ് ഓഫ് ലൈഫ്. B. A period of your life when you are mature enough to take your own decisions. C. Glorious days of your life. D. The time when you are old and dependent on someone even for your basic needs. എന്താണ് സാലഡ് ഡേയ്സ്? സാലഡ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ ടൈം വെൻ യു ആർ യങ് ആൻഡ് ഡു നോട്ട് ഹാവ് മച്ച് എക്സ്പീരിയൻസ് ഓഫ് ലൈഫ്. അതാണ് സാലഡ് ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി ആൻസർ. പ്ലീസ് കീപ് ദിസ് ഇൻ മൈൻഡ്. ഈ ഇഡിയംസിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും വൊക്കാബുലറി ഉണ്ടായിരിക്കണം. യു ഹാവ് ടു നോ ദി ആക്ച്വൽ മീനിങ്. ഇതിനകത്ത് വലിയ രീതിയിൽ ഗസ്സിങ് ഒന്നും നടക്കത്തില്ല. ദെൻ യു മൈറ്റ് ഗോ റോങ്. ഹൈ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് റോങ്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. സാലഡ് ഡേയ്സ് ഇച്ചിരിയെങ്കിലും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന ഇഡിയംസ് എങ്കിലും പഠിച്ചു വെച്ചിരുന്നാൽ നന്നായിരിക്കും. സാലഡ് ഡേയ്സ് എന്ന് പറയുന്നത് എന്താണ്? ദ ടൈം വെൻ യു ആർ യങ് ആൻഡ് ഡു നോട്ട് ഹാവ് മച്ച് എക്സ്പീരിയൻസ് ഓഫ് ലൈഫ്. ക്വസ്റ്റ്യൻ നമ്പർ 16. നോ ലിറ്റിൽ ലവ് ലോസ്റ്റ് ബിറ്റ്വീൻ ദം. നോ ലിറ്റിൽ ലവ് ലോസ്റ്റ്. നോ ലവ് ലോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A. They like each other. B. They dislike each other. C. They are great friends. D. They barely interact with each other. No little love lost എന്ന് പറയുന്നതിൻ്റെ അർത്ഥം they dislike each other എന്നാണ്. No love lost means they dislike each other. So this is the answer. Option B is the answer. Please keep these things in your mind. Question number 17. Hobson's choice. A. A situation in which one has no choice but to accept whatever is offered. B. A situation which allows a range of choices within particular categories. C. One forgoes one's right to choose. D. Lack of choice within an autocratic regime. Hobson's choice എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടെന്ന് തോന്നിപ്പിക്കും, ബട്ട് ദർ ആർ ആക്ച്വലി നോ ചോയ്സസ് ഓഫേർഡ്. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. ഒരു ഫേമസ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നത്. അതിൽ ലീവ് ഇറ്റ് എന്ന് പറയുന്നത് ഹൈലി അൺഡിസൈറബിൾ ആണ്, നമ്മൾ ടേക്ക് ചെയ്തേ പറ്റുള്ളൂ. അതിനെ നമ്മൾ ഹോബ്സൺസ് ചോയ്സ് എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്?
a situation in which one has no choice but to accept whatever is offered. ആ situation ആണ്. Okay. So this is Hobson's choice. Take it or leave it വെച്ചിട്ട് ഓർത്ത് വെച്ചിരുന്നാൽ മതി. Okay. Now, next question. Talk shop. A. Talk about nonsensical things. B. Talk exclusively about business or professional matters in the presence of colleagues and others. C. To talk about lofty things without taking any action. D. To talk intermittently. എന്താണ് ടോക്ക് ഷോപ്പിൻ്റെ അർത്ഥം? ടോക്ക് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്ക് എക്സ്ക്ലൂസീവ്ലി അബൌട്ട് ബിസിനസ് ഓർ പ്രൊഫഷണൽ മാറ്റേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് കൊളീഗ്സ് ആൻഡ് അതേഴ്സ്. ടോക്ക് ഷോപ്പ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ആൻസർ. നൗ turn the following sentences from direct to indirect speech and choose the most appropriate option. Direct indirect speech നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലേക്ക് കേൾക്കുന്നതാണ് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ടഡ് സ്പീച്ച്. ഒരാൾ പറയുന്നത് അതുപോലെ തന്നെ കോട്ട് ചെയ്താൽ അത് ഡയറക്റ്റ് സ്പീച്ച്. നമ്മളായിട്ട് തന്നെ മാറ്റി പറയുവാണെങ്കിൽ then it is an indirect speech. അതിന് ഒത്തിരി റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചേഞ്ചസ് വരുന്നിടത്ത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Question number 19. My elder brother said to me, I have often told you not to play with fire. I have often told you not to play with fire. So options നോക്കാം. A. My elder brother often told me not to play with fire. B. My elder brother reminded me that he has often told me not to play with fire. C. My elder brother reminded me that he had often instructed me not to play with fire. D. My elder brother reminded me that he often told me not to play with fire. Option A നമുക്ക് അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യാം, കാരണം ഓഫൻ്റെ പ്ലേസിംഗ് പൊസിഷൻ ശരിയല്ല. പിന്നെ my elder brother reminded me that he has often told me not to play with fire. My elder brother reminded me that he had often instructed. D. My elder brother reminded me that he often told me not to play with fire. ഇതിൽ ഏറ്റവും appropriate ആയിട്ട് വരുന്ന ഓപ്ഷൻ C ആണ്. My elder brother reminded me that he had often instructed me not to play with fire. ഇവിടെ ഹാസ് ആണ്, ഹാസ് അല്ല, ഹാഡ് വേണം വരാൻ വേണ്ടിയിട്ട്. ദെൻ ഹി ഹാഡ് എപ്പോഴും ആ ഒരു പാർട്ടിസിപ്പിൾ ഫോം ആണ് വരേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള റിപ്പോർട്ടിംഗ് വേർബ്സ് ഉപയോഗിക്കാവുന്നതാണ്, ഇഷ്ടമുള്ള ആസ് ഇൻ കോണ്ടെക്സ്റ്റിന് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്. Question number 20. The teacher said, I do not wish to see any of you, go away. So, the teacher said, I do not wish to see any of you, go away. എന്നാണ് ടീച്ചർ പറഞ്ഞത്. A. The teacher exclaimed that he did not wish to see anyone and requested them to go away. The teacher said that he did not wish to see any of them and ordered them to go away. The teacher remarked that he would not wish to see anyone and asked them to go away. The teacher angrily said that he did not wish to see anyone and wanted them to go away. ഇതിനകത്ത് ടീച്ചർ പറയുന്ന കാര്യമാണ്. ഇതിൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നത് ഈ റിക്വസ്റ്റഡ്, ആസ്ഡ്, വാണ്ടഡ് ഇതല്ല. ഷീ ഈസ് ആക്ച്വലി ഓർഡറിങ്. അത് വെച്ചാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഹി ഡിഡ് നോട്ട് എന്നുള്ള സാധനം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിരിക്കണം. സോ ടീച്ചർ സെഡ് ദാറ്റ് ഹി ഡിഡ് നോട്ട് വിഷ് ടു സീ എനി ഓഫ് ദം ആൻഡ് ഓർഡേർഡ് ദം ടു ഗോ അവേ. ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. നോർമലി ഓബ്ജക്റ്റ് മിസ്സിംഗ് ആയിരിക്കുമ്പോൾ സെഡ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. അതായത് ദ ടീച്ചർ സെഡ് ടു അസ് എന്ന് വന്നിരുന്നെങ്കിൽ ദ ടീച്ചർ ടോൾഡ് ദാറ്റ് എന്ന് വന്നേനെ, ടോൾഡ് അസ് ദാറ്റ് എന്ന് വന്നേനെ. പക്ഷേ ഇവിടെ ഓബ്ജക്റ്റ് മിസ്സിംഗ് ആയതുകൊണ്ട് നമ്മൾ ടീച്ചർ സെഡിന് സെഡ് തന്നെ ഉപയോഗിക്കും. സെഡ് എവിടെ വരും, ടോൾഡ് എവിടെ വരും എന്നുള്ള കൺഫ്യൂഷൻ സാധാരണ കാണാറുണ്ട്. സോ ടോൾഡ് ഉപയോഗിക്കുന്ന എപ്പോഴാണ്, ഓബ്ജക്റ്റ് ഉള്ളപ്പോൾ. ആരോടാണ് പറയുന്നത് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോൾഡ് ഉപയോഗിക്കണം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ. അല്ലാത്ത പക്ഷം സെഡ് തന്നെ ഉപയോഗിച്ചാൽ മതിയാവും. Now, moving on. In the following words, 3 are correctly spelled whereas 1 is misspelled. Choose the incorrect word. Spelling check ആണ്. Question number 21. Option A, effervescence. B, reminiscence. C, connoisseur. D, fortuitous. ഇതിൽ A, C, D കറക്റ്റ് ആണ്. B ആണ് തെറ്റ്. റെമിനിസെൻസിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. REMI ആണ് വരുന്നത്. റെമിനിസെൻസിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. സോ ദാറ്റ് ഇസ് ദി ആൻസർ. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ഇഫ് യു ആർ വെരി ഗുഡ് അറ്റ് സ്പെല്ലിങ്സ്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 22. ഡിഫ്തോങ്, ലിബിഡിനസ്, നാഫ്തലിൻ, സാക്രിലീജിയസ്. ഡിഫ്തോങ്, ലിബിഡിനസ്, നാഫ്തലിൻ കറക്റ്റ് ആണ്. സാക്രിലീജിയസ് ആണ് തെറ്റ്. ഇവിടെ I ആയിരിക്കും വരേണ്ടത്. ദാറ്റ് ഇസ് ദി ആൻസർ. സാക്രിലീജിയസ് ആണ് തെറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 23. എക്സാസ്പെറേറ്റഡ്, ക്രിമിനോളജിസ്റ്റ്, ക്രെസെൻഡോ, ഇംപ്രഗ്നബിൾ. ഇതിൽ എക്സാസ്പെറേറ്റഡ് ആണ് തെറ്റ്. എക്സാസ്പെറേറ്റഡ് E ആണ് വരേണ്ടത്. സോ ദിസ് ഇസ് ദി ആൻസർ. ഓക്കെ, സോ
we come to the end of part 2 of HSEE question paper discussion of year 2020. So verbal abilityയുടെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്കിപ്പോൾ ഏകദേശം മേജർ പോർഷൻസ് ഏതൊക്കെയാണ്, ഏത് രീതിയിലെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ പ്രിപ്പയർ അക്കോർഡിംഗ്ലി ആൻഡ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാകും. യു ക്യാൻ കണക്ട് വിത്ത് ദം. So this was the second part of the session. നമ്മുടെ ഇനിയും ഒരു പാർട്ട് വരുന്നുണ്ട്. So stay tuned for that video for the rest of the questions. Till then, thank you.